ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും. ശരിയല്ലേ? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. ഈ വേപ്പർ പ്രഷർ ലോവറിങ്ങിന് അനുസരിച്ച് സൊല്യൂഷൻ തരുന്ന പ്രോപ്പർട്ടീസ് ആണ് കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അല്ലേ? കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദർ നേച്ചർ. ഓക്കെ ആണല്ലോ? ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. ആദ്യം നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഒന്ന് ക്ലിയർ ആക്കാം. What is meant by freezing point of a liquid or a substance? 0 degree Celsius എന്ന് പറയുന്നത് ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റും വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റുമാണ്. എന്താണ് ഈ 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ പ്രത്യേകത? 10 ഗ്രാം ഐസും 10 ഗ്രാം വെള്ളവും കൂടി 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു തെർമോസ് ഫ്ലാസ്കിൽ വയ്ക്കുന്നു എന്ന് സങ്കല്പിക്കാം. എത്ര നേരം നിങ്ങൾക്ക് 0 ഡിഗ്രി സെൽഷ്യസ് തെർമോസ് ഫ്ലാസ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം 10 ഗ്രാം എന്ന ഐസിൻ്റെയും വെള്ളത്തിൻ്റെയും ക്വാണ്ടിറ്റിക്ക് മാറ്റമുണ്ടാവില്ല. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസും വെള്ളവും ഒരു ഇക്വിലിബ്രിയത്തിലാണ്, ഒരു സന്തുലനാവസ്ഥയിലാണ്. ഏത് തരം ഇക്വിലിബ്രിയമാണ്? എ ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം? 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് വെള്ളമാവുന്നുണ്ട്, തിരിച്ച് വെള്ളം ഐസുമാവുന്നുണ്ട്. പക്ഷെ അവയുടെ തോത് തുല്യമാണ്. ദ റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് മെൽറ്റിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈനാമിക് ഇക്വിലിബ്രിയം. So at 0 degree Celsius there exists a dynamic equilibrium between the solid phase and the liquid phase, that is between ice and water. In addition to that, at 0 degree Celsius the vapor pressure of the solid phase and the liquid phase are also equal. എന്തായിരുന്നു? ഐസിൻ്റെ വേപ്പർ പ്രഷറും വാട്ടറിൻ്റെ വേപ്പർ പ്രഷറും 0 ഡിഗ്രി സെൽഷ്യസിൽ ഈക്വൽ ആണ്. സോ 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് കോൾഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. സോ ഫ്രീസിംഗ് പോയിന്റിൽ എന്തും കൂടി സംഭവിക്കുന്നു? എന്തുകൂടി നിർബന്ധമാണ്? വാട്ടറിൻ്റെയും അതുപോലെ ഐസിൻ്റെയും അല്ലെങ്കിൽ സോളിഡ് ഫേസിൻ്റെയും ലിക്വിഡ് ഫേസിൻ്റെയും വേപ്പർ പ്രഷർ കൂടി തുല്യമാവണം. This particular temperature or the temperature at which the solid and the liquid phase of the substance are in equilibrium, in dynamic equilibrium, and the vapor pressure of the solid phase is equal to the vapor pressure of the liquid phase. Such a temperature is known as the freezing point of the liquid. സോ ഫ്രീസിംഗ് പോയിന്റിൽ സോളിഡ് സബ്സ്റ്റൻസിൻ്റെയും ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെയും വേപ്പർ പ്രഷർ തുല്യമാവണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നോക്കാം. ഒരു ഉദാഹരണത്തിൽ തുടങ്ങാം. വളരെയധികം തണുപ്പുള്ള പ്രദേശങ്ങളിൽ മഞ്ഞ് വീണ് പലപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാവാറുണ്ട്. ചിത്രത്തിൽ കണ്ടില്ലേ? ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? റോഡിൽ ഉപ്പ് വിതറും. ഈ കാണുന്നത് പോലെ സോൾട്ട്, കോമൺ സോൾട്ട് ഓർ സോഡിയം ക്ലോറൈഡ് ഇസ് സ്പ്രിങ്കിൾഡ് അലോങ് ദ റോഡ്. എന്തിനാ ഉപ്പ് വിതറുന്നത്? ബിക്കോസ് സോൾട്ട് ഈസ് എ ഡി-ഐസിംഗ് ഏജന്റ്. ഉപ്പ് ഒരു ഡി-ഐസിംഗ് ഏജന്റ് ആണ്. എന്ന് വെച്ചാൽ ഉപ്പ് ഐസിനെ ഉരുക്കുന്നു. സോൾട്ട് വിൽ മെൽറ്റ് ഐസ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സോൾട്ട് വാട്ടറിനെ ഫ്രീസ് ചെയ്യാൻ അനുവദിക്കില്ല. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കുന്നു. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് സോൾട്ട് കുറയ്ക്കുന്നു. സോഡിയം ക്ലോറൈഡിന് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -21 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കാൻ പറ്റും. എത്രേ? -21 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കാൻ സോഡിയം ക്ലോറൈഡിന് പറ്റും. ഉപ്പ് എന്ത് തരം സബ്സ്റ്റൻസ് ആണ്? സോൾട്ട് ഇസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, അല്ലേ? സോൾട്ട് ഇസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പം എന്താ കണ്ടത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ freezing point of water is lowered. So non-volatile solute can cause what? Depression in freezing point. വളരെ നല്ലൊരു ഉദാഹരണമാണ്.
So when a non-volatile solute is added to a solvent to form the solution, depression in freezing point occurs. Once again, when a non-volatile solute is added to a solvent to form solution, depression in freezing point occurs. ഇനി ഈ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇങ്ങനെ സംഭവിക്കുന്നു എന്നറിയണം. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ പ്യുവർ സോൾവെന്റ്. നമുക്ക് പ്യുവർ സോൾവെന്റിനെ ഫ്രീസ് ചെയ്യിക്കണം. എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു കൂൾ ഇറ്റ്. ദാറ്റ് ഈസ് യു ഹാവ് ടു ലോവർ ദ ടെമ്പറേച്ചർ. വെൻ ദ ടെമ്പറേച്ചർ ഇസ് ലോവേർഡ്, വേപ്പർ പ്രഷർ ഓൾസോ ഡിക്രീസസ്. അങ്ങനെ വേപ്പർ പ്രഷർ കുറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ പ്യുവർ സോൾവെന്റിന്റെ, പ്യുവർ ലിക്വിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും സോളിഡ് സോൾവെന്റിന്റെ അല്ലെങ്കിൽ ഫ്രോസൺ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറും തുല്യമാവുന്നു. അതായത് സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലെത്തുന്നു. രണ്ടുപേരുടെയും വേപ്പർ പ്രഷറുകൾ തുല്യമാവുന്നു. ഈ പെർട്ടിക്കുലർ പോയിന്റ് ആണ് പ്യുവർ ലിക്വിഡ് സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ഇനി ഈ പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ സൊല്യൂഷൻ എപ്പോഴാണ് ഫ്രീസ് ചെയ്യുന്നത്? വെൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോളിഡ് സോൾവെന്റ്. അല്ലേ? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനോട് തുല്യമാവുമ്പോഴാണ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. അത് തുടക്കത്തിലെ വേപ്പർ പ്രഷർ കുറയ്ക്കുന്നു. ശരിയല്ലേ? വേപ്പർ പ്രഷർ ഡിക്രീസസ് ബൈ ദി അഡീഷൻ ഓഫ് വാട്ട്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ സാധാരണയിൽ കൂടുതൽ തണുപ്പിച്ചാലേ ഫ്രീസ് ചെയ്യുകയുള്ളൂ. അതായത് നോർമൽ ഫ്രീസിംഗ് പോയിന്റിന് താഴേക്ക് കൂൾ ചെയ്താൽ മാത്രമേ സൊല്യൂഷനിൽ നിന്നും സോളിഡ് സോൾവെന്റ് സെപ്പറേറ്റ് ചെയ്യുകയുള്ളൂ. Or freezing point depression occurs. So only at a lower temperature than the normal freezing point, the vapor pressure of the solution becomes equal to the vapor pressure of the pure solid solvent. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? Due to the addition of a non-volatile solute. So when a non-volatile solute is added to a solvent, vapor pressure lowering occurs and as a result depression in freezing point happens. ഇനി നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എങ്ങനെ ഗ്രാഫിലൂടെ വിശദീകരിക്കാമെന്ന് നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്നത് വേപ്പർ പ്രഷർ എഗൻസ്റ്റ് ടെമ്പറേച്ചർ ആണ്. നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ കണ്ടു. സോ വേപ്പർ പ്രഷർ ഇസ് പ്ലോട്ടഡ് അലോങ് ദി y ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ ഇസ് പ്ലോട്ടഡ് അലോങ് ദി x ആക്സിസ്. ഗ്രാഫ് നോക്കാം. The curve AB represents the graph of the pure liquid solvent and BC represents the graph of the pure solid solvent or frozen solvent. The pure solvent, pure liquid solvent, on cooling, vapor pressure decreases. That is, temperature is lowering. So vapor pressure decreases along the curve AB. And when it reaches the point B, or at the point B, solid starts separating. Pure solid starts separating. And after B, you can see that the vapor pressure decreases steeply. കുത്തനെ താഴേക്ക് വരികയാണ്. കാരണം സോളിഡിന് വേപ്പർ പ്രഷർ വളരെ കുറവാണ്. B എന്ന പോയിന്റ് പ്രത്യേകത നോക്കാം. At the point B, solid phase and liquid phase coexist. They are in dynamic equilibrium. At that point, the vapor pressure of the pure solvent and the solid solvent are equal. അപ്പോൾ ആ പോയിന്റിന് എന്ത് പേരാ പറയാം? That point is known as what? The freezing point. സോ അതിനെ കറസ്പോണ്ടിങ് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഈ പോയിന്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ്. സോ ഇത് പ്യുവർ സോൾവെന്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് T0F എന്ന് represent ചെയ്യാം. So T0F represents the freezing point of the pure solvent. ഇനി സൊല്യൂഷന്റെ ഗ്രാഫ് നോക്കാം. നമ്മൾ ആഡ് ചെയ്യുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്.
അതുകൊണ്ട് തന്നെ ഓരോ ടെമ്പറേച്ചറിലും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ താഴെയായിരിക്കും. സോ ഗ്രാഫ് വരയ്ക്കുന്നതും പ്യുവർ സോൾവെൻറ്റിൻ്റെ ഗ്രാഫിന് താഴേക്കാണ്. ഇവിടെ DE ആണ് സൊല്യൂഷൻ്റെ കർവായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ DE കർവ് ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നോക്കാം. ഈ പെർട്ടിക്കുലർ പോയിന്റിൽ ടെമ്പറേച്ചർ പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് അല്ലേ? ദാറ്റ് പോയിന്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റ്. ഈ ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ ഫ്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതിൻ്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെൻറ്റിനോട് തുല്യമാവുന്നില്ല. അതായത് ആ ഒരു ഫ്രീസിംഗ് പോയിന്റിൽ, പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ വേപ്പർ പ്രഷേഴ്സ് തുല്യമാവുന്നില്ല. എപ്പോഴാണ് പിന്നെ വേപ്പർ പ്രഷർ തുല്യമാവുന്നത്? സൊല്യൂഷൻ്റെ കർവ് സോളിഡ് സോൾവെൻറ്റിൻ്റെ കർവിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിലാണ് രണ്ടുപേരുടെയും വേപ്പർ പ്രഷർ തുല്യമാവുന്നത്. അത് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന E എന്ന പോയിന്റ് ആണ്. സോ അറ്റ് ദ പോയിന്റ് E, freezing of the solution occurs, or it represents the freezing point of the solution. So corresponding ആയിട്ട് താഴെ x ആക്സിസിലേക്ക് നോക്കുമ്പോൾ ഈ പോയിന്റ് ആണ് freezing point of the solution. So it is represented by TF. എന്തായിരുന്നു റെപ്രസെൻറ്റേഷൻ? TF, freezing point of the solution. ഇനി കമ്പയർ ചെയ്ത് നോക്കാം. Which is greater, TF or T0F? ഗ്രാഫിൽ നിന്നും ക്ലിയർ ആണ്, T0F is greater than TF. അല്ലേ? So what happens? Depression in freezing point occurs. Freezing point of the solution കുറഞ്ഞു. By the addition of what? Non-volatile solute. എത്ര കുറഞ്ഞു എന്നുള്ളത് ഗ്രാഫിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ നോക്കാം. ഗ്രാഫിൽ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. This much difference is there. What is the difference? Delta TF. And this delta TF is equal to higher value ഏതാണ്? T0F ആണ്. So T0F minus TF. So depression in freezing point can be written as delta TF is equal to T0F minus TF. Now, how to get the expression for depression in freezing point? Delta TF. Elevation and boiling point in the expression കണ്ടെത്താൻ ഉപയോഗിച്ച സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും കാണേണ്ടത്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. അതുകൊണ്ടാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. എത്ര മാത്രമാണോ വേപ്പർ പ്രഷർ കുറയുന്നത് സോൾവെന്റിന്റെ, അതിനനുസരിച്ചാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കൂടുന്നത്. സോ ഗ്രേറ്റർ ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, greater will be the depression in freezing point. So you can write lowering of vapor pressure delta P is directly proportional to delta TF. Delta P is directly proportional to delta TF. Again delta P is equal to chi2 into P01. Chi2 into P01, or delta P is directly proportional to chi2. So comparing, delta P is directly proportional to delta TF. Delta P is directly proportional to chi2. So you can write delta TF is directly proportional to chi2, which is the mole fraction of the solute in the solution. Or delta TF is equal to K, the proportionality constant K into chi2. Again, chi2 is N2 divided by N1 plus N2. Here we are considering very dilute solutions. So N2 in the denominator can be neglected because N2 is much less than N1. Therefore equation becomes delta TF is equal to K into N2 divided by N1, which is again K into N2 divided by W1 by M1. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ കണ്ടതുപോലെ തന്നെ W1 by M1, N2 അങ്ങനെ തന്നെ വെക്കുന്നു. റീഅറേഞ്ച് ചെയ്യുമ്പം K into M1 into N2 divided by W1. ശരിയല്ലേ?
ഇനി if the mass of the solvent W1 is expressed in kilograms, N2 divided by W1 is known as what? Molality. N2 divided by W1 is equal to M molality. K into M1, that product is another constant which can be written as capital letter KF. So delta TF is equal to KF into M. Delta TF is equal to KF into M, where M is the molality and KF is the proportionality constant called molal depression constant or freezing point depression constant or cryoscopic constant. So the new term is cryoscopic constant. Cryoscopic is a Latin name, means measurement of freezing point. So the expression is delta TF is equal to KF into M. Okay. Now we have to define what is KF, the cryoscopic constant. So definition. How can you define? Delta TF is equal to KF when M is equal to 1. Molality is equal to 1. So molal depression constant KF is defined as the depression in freezing point when the molality is equal to 1 or molality is equal to unity. What is that? Molal depression constant is the depression in freezing point when the molality is unity. Next we have to find the unit for molal depression constant KF. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ first take the expression delta TF is equal to KF into M. Therefore KF is equal to delta TF divided by M, the molality. Delta TF Kelvin ആണ് unit, molality mole per kilogram. So the unit of molal depression constant KF is equal to Kelvin kilogram mole raised to minus 1 or degree Celsius kilogram mole raised to minus 1 or Kelvin per molality Km raised to minus 1. For a particular solvent, KF is a constant. For example, the KF of water is 1.86 Kelvin kilogram mole raised to minus 1. Similarly, for benzene, the value of KF is 5.12 Kelvin kilogram mole raised to minus 1. How can you say that depression in freezing point is a colligative property? Again, delta TF is equal to KF into M, or delta TF is directly proportional to molality M, number of moles of the solute per kilogram of the solvent. So depression in freezing point depends only on the number of moles of the solute and not on the nature. Hence you can say that depression in freezing point is a colligative property. Next is the application of depression in freezing point as a colligative property. What is the application? The most important is determination of molecular mass of the non-solute M2. അല്ലേ? എങ്ങനെ കാണാം? First write the expression delta TF is equal to KF into M. Again, this is equal to KF into M is expanded as molality can be written as N2 divided by W1, number of moles of the solute per kilogram of the solvent, which is equal to KF into W2 divided by M2 into W1, where W1 is the mass of the solvent in kilograms. So using this expression, we can find out the molecular mass of the unknown solute M2. Here, the mass of the solvent is in kilograms. Usually, W1 will be given in grams.
So what we have to do? It must be converted to kilograms. For that, W1 is divided by 1000. So on rearranging, 1000 comes in the numerator. So the final expression for delta TF becomes delta TF is equal to KF into W2 into 1000 divided by M2 into W1. Once again, KF into W2 into 1000 divided by M2 into W1. Therefore, M2, the molecular mass of the unknown solute, can be written as 1000 into KF into W2 divided by delta TF into W1. Once again, M2 is equal to 1000 into KF into W2 divided by delta TF into W1, where M2 is the molecular mass of the unknown solute, Kf is the molal depression constant, W2 is the mass of the solute, delta Tf is the depression in freezing point, and W1 is the mass of the solvent in grams. Next we will see some life-centered applications. ആദ്യത്തേത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. എന്തായിരുന്നു? വളരെ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ റോഡിൽ വീഴുന്ന മഞ്ഞ് ഉരുക്കിക്കളയാൻ ഉപ്പ് വിതറുന്നത്. ഉപ്പായിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡോ കാൽസ്യം ക്ലോറൈഡോ ഉപയോഗിക്കാം. സോഡിയം ക്ലോറൈഡ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -21 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കും. കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിലോ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് -55 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറയ്ക്കുന്നത്. ഇത്തരം സോൾട്ട് ഐസ് മിക്സ്ചേഴ്സ് ഫ്രീസിംഗ് മിക്സ്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നു. എന്തായിരുന്നു? ഫ്രീസിംഗ് മിക്സ്ചേഴ്സ്. രണ്ടാമത്തെ ആപ്ലിക്കേഷനും തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ സംഭവിക്കുന്നതാണ്. തണുപ്പ് വളരെ കൂടുമ്പോൾ വാഹനങ്ങളിലെ റേഡിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഉറഞ്ഞ് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ വാട്ടറിനോടുകൂടെ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന ലിക്വിഡ് മിക്സ് ചെയ്യുന്നു. എത്തിലിൻ ഗ്ലൈക്കോൾ ഇസ് കോൾഡ് ആൻ ആൻറ്റി ഫ്രീസ്. എന്തായിരുന്നു? ആൻറ്റി ഫ്രീസ് എന്നാണ് എത്തിലിൻ ഗ്ലൈക്കോളിനെ വിളിക്കുന്നത്. 197 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരു ഓർഗാനിക് ലിക്വിഡാണ് എത്തിലിൻ ഗ്ലൈക്കോൾ. ഇറ്റ് ഈസ് വെരി ലെസ് വോളറ്റൈൽ ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നോൺ വോളറ്റൈൽ. സോ എത്തിലിൻ ഗ്ലൈക്കോൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കുന്നു. -17.6 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയ്ക്കാൻ എത്തിലിൻ ഗ്ലൈക്കോളിന് കഴിയും. ഈ ടെമ്പറേച്ചർ എത്തുന്നതുവരെ റേഡിയേറ്ററിലെ വെള്ളം തണുത്തുറഞ്ഞ് കട്ടിയാവില്ല. സോ ദീസ് ആർ ദി ലൈഫ് സെൻറ്റേർഡ് എക്സാമ്പിൾസ് ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫൈനലി വി വിൽ സ്റ്റഡി ദ ഫോർമുല ടു കാൽക്കുലേറ്റ് the molal depression constant. Molal depression constant Kf. It is given by Kf is equal to R into T0 squared divided by 1000 LF. Once again, R into T0 squared divided by 1000 LF. Here LF is known as the latent heat of fusion per gram of the solvent. Latent heat of fusion per gram of the solvent. LF can be written as delta H fusion divided by M1. LF is delta H fusion divided by M1. So substituting Kf, the molal depression constant, equal to M1 into R into T0 squared divided by 1000 into delta H fusion. Once again, M1 into R into T0 squared divided by 1000 into delta H fusion, where
T0 is the freezing point of the pure solvent. LF is the latent heat of fusion per gram of the solvent. Delta H fusion is the latent heat of fusion per mole of the solvent. M1 is the molecular mass of the solvent. And finally, R is the universal gas constant whose value is 8.314 joule per Kelvin per mole if LF is expressed in joules and 2 calorie per degree per mole if LF is expressed in calories.